ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് കാബേജ് കൊണ്ട് ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നില്ല, അതുപോലെ ഇത് ഒഴിച്ചു കറിയല്ല, ഡ്രൈ ആയിട്ട് തന്നെ നമുക്കിതെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനായി അധികം ചേരുവകളൊന്നും വേണ്ട. നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു ഡിഷാണ്. അതുകൊണ്ടാണ് തേങ്ങ ഒന്നും ചേർക്കാത്തത്. അവർ തേങ്ങ ഒട്ടുമേ ചേർക്കില്ല. നോർത്ത് ഇന്ത്യക്കാർ അധികം തേങ്ങ കഴിക്കുകയില്ല. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കാരണം തേങ്ങ ഇല്ലാത്തത് കൊണ്ട് എണ്ണ അല്പം കൂടിയാലും കുഴപ്പമില്ല. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് ഇത് രണ്ടും ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നായി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാൻ ആദ്യം അല്പം സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചേർത്തത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് ഞാനിവിടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഉള്ളി അധികം മൂത്ത് പോകാൻ പാടില്ല. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ അരിഞ്ഞത്, കനം കുറച്ച്. ഈ ഒരു രീതിയിൽ, അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ചെറുതായി അരിഞ്ഞ് ചേർത്താൽ മതി. ഞാനൊരു രീതിയിലാണ് അരിഞ്ഞേക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഓരോരുത്തരുടെ ഓപ്ഷനാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഞാനിവിടെ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തത്. ഗ്രീൻ പീസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ആവശ്യത്തിന് ചേർത്താൽ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാം. ഗ്രീൻ പീസ് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിനി ബാക്കി പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാബേജ് ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി അധികം ചേർത്തില്ല, സ്വല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടിയും ഞാൻ അധികം ചേർത്തിട്ടില്ല, അല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാഗി മസാല കൂടി ചേർക്കാം. ഓരോ മസാലയും അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാബേജ് ഈ ഒരു രീതിയിലാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീളത്തിനാണ് അരിഞ്ഞത്, കൊത്തി അരിഞ്ഞതല്ല, നീളത്തിൽ തന്നെ ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെന്ത് വന്ന ചേരുവകളോടൊപ്പം ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതാദ്യം നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ആവിയിൽ നിന്ന് തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ഈ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതുകൊണ്ട് ആവിയിൽ നിന്നും ഇത് വെന്ത് കിട്ടും. ഇതിന് നമുക്ക് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ്, കാബേജ് അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്കിതുപോലെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഹിന്ദിക്കാർ റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട് മിക്കവാറും എല്ലാ കറികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അവർ ഡ്രൈ ആയിട്ടുണ്ടാക്കുന്ന കറികളൊക്കെ ഇതുപോലെ തന്നെ തേങ്ങ ചേർക്കാതെ തന്നെ ആണ് അവരത് ഉപയോഗിക്കുന്നത്. തേങ്ങ കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇതുപോലെ ഏത് പച്ചക്കറികളും
ഇതുപോലെ തന്നെ കറി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. പിന്നെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും.